السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ആദരണീയരായ ഹസൻ മുസ്ലിയാർ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, വളരെ പ്രൗഢഗംഭീരമായ ഇന്റർനാഷണൽ മീലാദ് കോൺഫറൻസിലാണ് നാം എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത്. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്തുതികീർത്തനങ്ങൾ കൊണ്ട് ധന്യമായ ആഹ്ലാദപൂർണമായ ഒരു സദസ്സ്. ഇവിടെ മഹാനായ തിരുദൂതരോടുള്ള ഹുബ്ബിന്റെ പ്രകാശമായി ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നത്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ലോകമാസകലമുള്ള ഇസ്ലാമിക സമൂഹം ഈ റബീഉൽ അവ്വലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹപ്രകടനത്തിന്റെ സുന്ദരമായ ആഘോഷ പരിപാടികളിലാണ്. വാർത്താവിനിമയ സൗകര്യങ്ങൾ വ്യാപകമായതോടെ എല്ലാ മുക്കുമൂലകളിലുമുള്ള ചടങ്ങുകളും പരിപാടികളും ഇന്ന് നമ്മുടെ കൺമുമ്പിലുണ്ട്. മിഡിൽ ഈസ്റ്റിലും വെസ്റ്റേൺ രാജ്യങ്ങളിലും ഈസ്റ്റേൺ രാജ്യങ്ങളിലും ഫാർ ഈസ്റ്റേൺ രാജ്യങ്ങളിലും എല്ലാം, അതായത് ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡും മുതൽ കാനഡ വരെയുള്ള പ്രവിശാലമായ ഈ ലോകത്ത് എല്ലായിടത്തും റബീഉൽ അവ്വൽ ആഘോഷമാണ് എന്ന് ഇപ്പൊ നമ്മുടെ കൺമുമ്പിൽ അതിന്റെ ചിത്രങ്ങളും അതിന്റെ വീഡിയോകളും ലഭ്യമാണ്. ഇതെന്നോ ഉണ്ട്, പക്ഷെ നമുക്ക് അന്ന് കോണ്ടാക്റ്റുകളില്ലല്ലോ, ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ലോകം നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടി. എല്ലാം നമുക്കറിയാം. എല്ലാവരും ഹബീബായ റസൂലിനെ സ്നേഹിക്കുകയാണ്. 14 നൂറ്റാണ്ടായി ഇത് തുടരുകയാണ്. 14 നൂറ്റാണ്ടുകൾ ലോകത്ത് ഇത്രമാത്രം അനുയായികളാൽ സ്നേഹിക്കപ്പെട്ട ഒരു പ്രവാചകനും ഒരു വ്യക്തിത്വവും കഴിഞ്ഞു പോയിട്ടില്ല. 14 നൂറ്റാണ്ട് കഴിഞ്ഞുള്ള സാധാരണക്കാരായ നമ്മുടെ ഖൽബിലേക്ക് എങ്ങനെയാണ് ഹബീബായ റസൂലിനോടുള്ള ഹുബ്ബ് കടന്നു വന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. എന്നായിരിക്കും അത്? ഇപ്പോ ഒരുപാട് പ്രഭാഷണങ്ങളുണ്ട്, റസൂലുള്ളാഹിന്റെ ചരിത്രങ്ങൾ പറയുന്നുണ്ട്, ഹദീസുകൾ പറയുന്നുണ്ട്, സ്നേഹിക്കാൻ മാത്രമുള്ള സംഭവമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അതൊക്കെ നാം അറിയുന്നതും മനസ്സിലാക്കുന്നതൊക്കെ മുതിർന്ന് വലിയ ആളുകളായി ഇതൊക്കെ പഠിക്കാൻ തുടങ്ങിയിട്ടല്ലേ. ഇത് പഠിക്കുന്നതിന്റെ എത്രയോ മുമ്പ് തന്നെ നമ്മുടെ ഖൽബിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് ആ സ്നേഹം കടന്നു വന്നിട്ടുണ്ട്, നമ്മൾ അറിയാതെ. എന്താണ് നിങ്ങളുടെ ഓർമ്മകൾ? പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ, കേരളത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മുടെ പഴയ കാലഘട്ടങ്ങളിലേക്ക്, പഴയ ഓർമ്മകളിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. നമ്മുടെ കുട്ടിക്കാലങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. അപ്പൊ നമുക്ക് മനസ്സിലാകും വളരെയധികം പഠിച്ചിട്ടൊന്നുമല്ല റസൂലിനോടുള്ള ഹുബ്ബ് നമ്മളിലേക്ക് കടന്നു വന്നത് എന്ന്. പിന്നെ എങ്ങനെയായിരിക്കാം അത്? എന്റെ ഓർമ്മകൾ എനിക്ക് പറയാൻ പറ്റും. നമ്മളൊക്കെ ചെറുതായിട്ട് ഓർമ്മ വെക്കുന്ന ഒരു 2 വയസ്സ്, 2.5 വയസ്സ്, 3 വയസ്സൊക്കെ ഉണ്ടല്ലോ. ആ സമയത്ത് നമ്മൾക്കുണ്ടായ അനുഭവങ്ങൾ മദ്രസയിലൊന്നും പോകാൻ തുടങ്ങിയിട്ടില്ല.
പക്ഷെ എന്നാലും റബീഉൽ അവ്വൽ വന്നാൽ വീട്ടിൽ മൗലൂദ് ഉണ്ടാവും. വീട്ടില് മനോഹരമായൊരു റൂമുണ്ടാവും. മജ്ലിസ് റൂം എന്നാണ് നമ്മളതിനെ പറയാ. പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു അത് മജ്ലിസ് റൂം. നമ്മുടെ നാട്ടിലൊക്കെ വീടുകൾ ഉണ്ടാക്കിയിരുന്നത് ആശാരിമാരാണ്. അവരുടെ ടെക്നോളജി അന്നുള്ളൂ, അല്ല എഞ്ചിനീയറും ആർക്കിടെക്റ്റൊന്നും 40-45 കൊല്ലം മുമ്പില്ലല്ലോ. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ വീടുണ്ടാക്കുന്ന തച്ചുശാസ്ത്രം അനുസരിച്ച് വീടുണ്ടാക്കുന്ന ആശാരി പോലും പറയും ഇത് മജ്ലിസ് റൂമാണ്. കാരണം ആശാരിക്കറിയാം മുസ്ലിങ്ങളെ വീട്ടിൽ മജ്ലിസ് റൂം ഉണ്ടാവും, ഹിന്ദുക്കളുടെ വീട്ടിൽ പൂജാമുറി ഉണ്ടാവും. അത് ഏത് ആശാരിക്ക് മനസ്സിലാവും. അങ്ങനെയാണ് ആ മജ്ലിസിന്റെ റൂം ഉണ്ടായത്. ആ റൂം നമ്മുടെ മജ്ലിസാണ്. ആരെങ്കിലും മരണപ്പെട്ടാൽ തഹ്ലീൽ ചെല്ലാൻ, മാസം തോറും റാത്തീബ് ചെല്ലാൻ, റബീഉൽ അവ്വൽ വന്നാൽ മൗലൂദ് ഓതാൻ ഉള്ള മജ്ലിസാണ്. അന്നത്തെ 2.5 വയസ്സിന്റെ ഓർമ്മ ആ റൂമിൽ പായ വിരിച്ച് പള്ളിയിൽ നിന്നും മദ്രസയിൽ നിന്നും ഉസ്താദുമാർ വരും. നമ്മുടെ എളാപ്പാരും മൂത്താപ്പാരും വാപ്പി അമ്മാവനും എല്ലാം കൂടി ഉണ്ടാകും. അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് തലയണയുടെ മുകളിൽ വെള്ള തുണി വിരിച്ച് അതിൽ സെബീന വെച്ച് ചന്ദനത്തിരി കത്തിച്ച് ഗോതമ്പത്തിന്റെ കറി ഉണ്ടാക്കി കുടിച്ച് നമ്മൾ ചൊല്ലിയിരുന്ന ഒരു മൗലൂദ് ഉണ്ടല്ലോ. മൗലൂദൊന്നും നമുക്കത് ചെല്ലാനറിയില്ല, പക്ഷേ ജവാബ് ചെല്ലാനറിയും. ഉപ്പാന്റെ കാലിന്റെ തുടയിലിരുന്നു കൊണ്ട് യാ റബ്ബി സല്ലി അലൻ നബിയ്യി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി എന്ന് ജവാബ് ചൊല്ലിയത് നമ്മുടെ കുഞ്ഞിളം ചുണ്ടുകൾ കൊണ്ട് നമ്മളത് ചൊല്ലിയത് നമുക്ക് ഓർമ്മയുണ്ട്. ആ ഓർമ്മകളാണ് ഹബീബായ റസൂലിനോടുള്ള ഹുബ്ബ് നമ്മുടെ ഖൽബിലേക്ക് കൊണ്ടുവന്നത്. നമ്മുടെ ഉമ്മമാർ നമ്മുടെ താഴെയുള്ള കുഞ്ഞുങ്ങളെ താരാട്ടുപാടിയിരുന്നത് അന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ 3-ാമത്തെ വയസ്സിൽ ഉമ്മ കുഞ്ഞിനെ ഉറക്കിയിരുന്നത്. ഇന്ന് റിമോട്ട് ഉറക്കുന്ന മെഷീനൊന്നും അന്ന് കണ്ടിട്ടില്ല. സ്പ്രിങ്ങിൽ ആടുന്ന കുഞ്ഞുങ്ങളുടെ തൊട്ടിലുകളൊന്നും ഉണ്ടായിരുന്നില്ല. അന്നൊരു പഴന്തുണിയില് തൊട്ടില് കെട്ടി അതിൽ കുഞ്ഞിനെ വെച്ച് ഉമ്മ ആ കുഞ്ഞുങ്ങളെ താരാട്ട് പാടിയിരുന്ന് നമുക്ക് ഓർമ്മയുണ്ട്. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ആ താരാട്ട് കേട്ടുകൊണ്ടാണ് മന്ത്രമധുരമായ മൗലൂദിന്റെ ഈരടികൾ താരാട്ടായി ഉപയോഗിച്ചതിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടാണ്, മനോഹരമായ ഈണങ്ങൾ കേട്ടുകൊണ്ടാണ് നമ്മുടെ മക്കളൊക്കെ കണ്ണുമാളി ഉറങ്ങിപ്പോയത്. നാം അറിയാതെ നമ്മുടെ ഖൽബിലേക്ക് റസൂലിനോടുള്ള ഹുബ്ബ് കടന്നു വന്നത് അങ്ങനെയാണ്. 4 വയസ്സ് 5 വയസ്സായപ്പോൾ മദ്രസയിൽ പോയി. അന്നത്തെ മൗലൂദ് യോഗത്തിന്റെ ഓർമ്മകളുണ്ട്. ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് ആരോ ആ പഴയ ഒരു മൗലൂദ് യോഗത്തിന്റെ ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് കണ്ട്. അതായത് കാളം, സ്പീക്കറിന്റെ കാളം ചുമലിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരു കാലം. അന്ന് മുന്നിലെ ഒരാളെടുത്ത് കാളം ഉണ്ടാവും, ബാറ്ററി പെട്ടിയിലും കൂടി ഒരാൾ തലയിൽ ചുമന്നിട്ടുണ്ടാവും. അതിന്റെ ഒരു വയറ് പിടിക്കാൻ കിട്ടുക തന്നെ ഭയങ്കര സംഭവമാണ്. ജാതിയിൽ വയറ് പിടിക്കാറുണ്ട് അല്ലേ? ഈന്തും പട്ട, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള ഈന്തും പട്ടയുടെ തണ്ടുകൊണ്ട് ചെറിയ വർണ്ണക്കടലാസിൽ കൊടികൾ ഉണ്ടാക്കി ആ ഒരു കൊടി മൗലൂദ് യോഗത്തിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ അമൂല്യമായ നിധിയാണത്. അതുമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഉമ്മാക്ക് കാണിച്ചു കൊടുക്കാൻ നമ്മൾ ഓടിപ്പോകാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എന്താണ് നമുക്കറിയുന്നത്? ഇന്നെന്താണ്? മൗലൂദ് യോഗമാണ്, നബിദിനമാണ്, നമ്മുടെ നബിയാണ്, ആ നബിയുടെ ജന്മദിനമാണ്. ഇല്ലേ? എല്ലാം പഠിക്കുന്നതിന് മുമ്പ്, ഖുർആനും ഹദീസും മസ്അലകളും നിയമങ്ങളും എല്ലാം പഠിക്കുന്നതിന് മുമ്പ്, അലിഫ് ബാവ് പോലും ശരിക്ക് പഠിക്കുന്നതിന് മുമ്പ് നമ്മുടെ നബി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ നബിയോടുള്ള സ്നേഹം നമ്മുടെ ഖൽബിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല ഞങ്ങൾ പറഞ്ഞില്ലേ, അല്ലിമൂ ഔലാദക്കും മഹബ്ബത്ത് റസൂലില്ലാഹ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഹബീബായ റസൂലിനോടുള്ള ഹുബ്ബ് പഠിപ്പിച്ചു കൊടുക്കണം. അത് റസൂലുള്ളാഹിനെ പറ്റി ഒരുപാട് ഹദീസുകൾ പഠിപ്പിച്ചിട്ടൊന്നും പഠിപ്പിക്കാൻ കഴിയില്ല കുഞ്ഞുങ്ങൾക്ക്. അവർക്ക് മനസ്സിലാവില്ല, അവർക്ക് ചരിത്രം മനസ്സിലാവില്ല, ഹദീസൊന്നും മനസ്സിലാവില്ല. അവർക്ക് മനസ്സിലാകുന്നത് ഈ അനുഭവങ്ങളാണ്, സാഹചര്യങ്ങളാണ്. അവരെ എന്താണെന്ന് ഉത്സവം, ഇത്രമാത്രം ആഹ്ലാദം. യഥാർത്ഥം പറഞ്ഞാൽ പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ്. കാരണം ഇത് ജനകീയമാണ്. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ വിരുന്നു പോകും, അവനവന്റെ വീട്ടിൽ ചോറുണ്ടാക്കി കുടുംബങ്ങളിലേക്ക് പോകും. പക്ഷെ റബീഉൽ അവ്വൽ 12 എല്ലാ മഹലിലും ജനകീയമാണ്, എല്ലാവരും പുറത്താണ്.
എല്ലാവരും മദ്രസയിലാണ്, എല്ലാവരും ആഹാരം ഉണ്ടാക്കുകയാണ്, എല്ലാവരും വിതരണം ചെയ്യുന്ന വളണ്ടിയർമാരാണ്, എല്ലാവരും ഘോഷയാത്ര നടത്തുകയാണ്. അന്ന് ഒരു വല്ലാത്തൊരു ആഘോഷമാണ് അല്ലേ? പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമല്ലേ നാട്ടിൽ? ജനകീയമായ ആഘോഷം. ആ ആഘോഷങ്ങൾ നമ്മുടെ ഖൽബിലേക്ക് റസൂലിനെ കുറിച്ചുള്ള ഹുബ്ബ് കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകളായി പണ്ഡിത ലോകം ആ വഴി അംഗീകരിച്ചത്. കാരണം അത് മനുഷ്യ കുട്ടികളുടെ ഖൽബിലേക്ക് റസൂലുള്ളാഹിനുള്ള ഹുബ്ബുണ്ടാക്കാൻ ഇതിനേക്കാൾ നല്ലൊരു സംവിധാനം വേറല്ല. അതുകൊണ്ട് തന്നെയാണ് എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായിട്ട് നമ്മളെ ഖൽബിൽ നിന്ന് ഹുബ്ബ് പോകാത്തത്, ഇതില്ലാതാക്കാൻ കഴിയാത്തത്. കാരണം അത് മറ്റെല്ലാറ്റിൻ്റെയും മുമ്പ് നമ്മുടെ നിഷ്കളങ്കമായ മനസ്സിൽ, കളങ്കരഹിതമായ ഹൃദയത്തിൽ അത് കുത്തിവെക്കപ്പെട്ടു പോയിട്ടുണ്ട് റസൂലിനോടുള്ള ഹുബ്ബ്. അതും കേവലമായ ഹുബ്ബല്ല, ആ ഈരടികളുടെ ബർക്കത്ത്, ആ മൗലിദിന്റെ ചെറുപ്പകാലത്ത് കേൾക്കുന്നതിൻ്റെ ഒരു ബർക്കത്തുണ്ടല്ലോ, അതുകൊണ്ട് നമ്മളെ ഖൽബിൽ അത് വന്നുപോയതാണ്. അതിനാൽ ഞാൻ ഇത് പറയാൻ കാരണം നമ്മുടെ തലമുറകൾക്ക് നമ്മളത് പഠിപ്പിച്ചു കൊടുക്കണം. കുഞ്ഞുങ്ങൾക്ക്, ചെറിയ കുഞ്ഞുങ്ങളെ ആഘോഷങ്ങളിൽ പങ്കാളികളാക്കണം, അവരെ കൊണ്ട് പാട്ട് പാടിക്കണം. അവർക്ക് അതെന്തോ ഒരു ഉത്സവമാണ് എന്നവർക്ക് തോന്നണം. അപ്പൊ അവർ ചിന്തിക്കുക എന്താണ് എന്ന്. ഇത്രമാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ ആഹ്ലാദഭരിതമായ ഒരു സുദിനം എന്താണ് എന്ന് അവർ ചിന്തിക്കും. മറ്റൊന്നുമല്ല, അത് മഹബ്ബത്തു റസൂലില്ലാഹ്, റസൂലിനോടുള്ള ഹുബ്ബാണ്. എങ്ങനെ ഈ ജനത റസൂലുള്ളാഹിനെ സ്നേഹിക്കാതിരിക്കും? എന്തുകൊണ്ടാണ് ഇത്രമാത്രം സ്നേഹമുണ്ടായത് എന്ന് നിങ്ങൾക്കറിയുമോ? അബൂ സുഫിയാൻ പറഞ്ഞു പോയിട്ടുണ്ട്, റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ഒരു കാലത്ത്, പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു റളിയല്ലാഹു അൻഹു. ആ അബൂ സുഫിയാൻ, ഖുബൈബിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കഥ പറയുന്നില്ല. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ മക്കയിലെ മുശ്രിക്കുകൾ പിടികൂടി മക്കയിൽ ബന്ധനസ്ഥനാക്കി വെച്ചു. റസൂലുള്ളാഹിന്റെ പ്രതിനിധിയായി മക്കയിലേക്ക് ദീൻ പഠിപ്പിക്കാൻ നിയുക്തനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ അവർ ചതിച്ചതാണ്. അങ്ങനെ അവർ മക്കയിൽ ബന്ധനസ്ഥനാക്കി വെച്ചു. അവസാനം എന്തു ചെയ്യണമെന്ന് ആലോചിച്ചു. മക്കയുടെ അന്നത്തെ നേതാവ്, ലീഡർ, പരമാധികാരി അബൂ സുഫിയാൻ തീരുമാനിച്ചു ഖുബൈബിനെ കൊന്നുകളയാൻ. പക്ഷെ മക്കയിൽ നിന്ന് കൊല്ലാൻ പറ്റൂല, ഹറമാണ്, ഹറമിന്റെ പുറത്ത് കൊണ്ടുപോകണം. അങ്ങനെ തൻഈം, നമ്മളെ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാൻ പോകുന്ന തൻഈമിലേക്ക് കൊണ്ടുപോയി, ഹറമിന്റെ പുറത്തേക്ക്. തൻഈമിൽ ഒരു കഴുമരം നാട്ടി, അതിന്റെ താഴ്വാരത്ത് ഖുബൈബിനെ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഖുബൈബ്, നിന്നെ ഞങ്ങൾ തൂക്കിക്കൊല്ലാൻ പോവുകയാണ്. ഈ കഴുമരത്തിൽ നിന്ന് നിനക്ക് മോചനം വേണോ? ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ തൂക്കുമരത്തിൽ കിടന്ന് മരിക്കുന്നത് എന്റെ നേതാവായ മുഹമ്മദ് ആയിരുന്നെങ്കിൽ. HR ആ കാറ് അവിടെ ബ്ലോക്ക് ആയിട്ടുണ്ട്, ഒന്ന് മാറ്റി കൊടുക്കണം അതിന്റെ ആളാരെന്ന് വെച്ച്. ഖുബൈബ് ഒറ്റ കാര്യം, ഈ തൂക്കുമരത്തിൽ കിടന്ന് മരിക്കുന്നത് എന്റെ നേതാവായ മുഹമ്മദ് ആയിരുന്നെങ്കിൽ അത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. നടക്കൂല, ഞങ്ങൾക്കറിയാം, പക്ഷെ എന്നാലും അത് ഞങ്ങളുടെ ഒരു ആഗ്രഹമല്ലേ. അതൊന്ന് നിന്റെ വായ കൊണ്ട് പറഞ്ഞു കേട്ടാൽ ഖുബൈബ് മദീനയുടെ സുരക്ഷിതത്വത്തിലേക്ക്, നിന്റെ കൂട്ടുകാരിലേക്ക്, നിന്റെ സുഹൃത്തുക്കളിലേക്ക് ഒരു പോറലേൽക്കാതെ നിന്നെ തിരിച്ചയച്ചു കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞത് ചരിത്രത്തിന്റെ സുവർണ ലിപികളിലുണ്ട്. നിങ്ങൾക്ക് എന്നെ കൊല്ലാം, തൂക്കുമരത്തിൽ കയറ്റി കൊല്ലാം, വെട്ടിക്കൊല്ലാം, കഷ്ണം കഷ്ണമാക്കി എന്റെ കെടിപ്പുകളെ മുറിച്ചു കൊല്ലാം, ലാ ഉബാലി, ഞാനത് കണക്കിലെടുക്കുന്നില്ല. എങ്ങനെ കൊന്നാലും ഞാനത് കണക്കിലെടുക്കുന്നില്ല. പക്ഷേ എന്റെ വീട്ടിൽ ഞാൻ സുരക്ഷിതനായിരിക്കെ എന്റെ ഹബീബായ റസൂലിന്റെ കാൽപാദത്തിനടിയിൽ ഒരു മുള്ള് തറച്ചോ എന്ന വാർത്ത കേൾക്കാൻ ഖുബൈബിന്റെ മനസ്സിന് കരുത്തില്ല. അതായിരുന്നു മറുപടി. അബൂ സുഫിയാൻ പറഞ്ഞു പോയി, മാ റഅയ്തു അഹദൻ യുഹിബ്ബു അഹദൻ മാ യുഹിബ്ബു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദാ. ഇതൊരു വല്ലാത്ത ഖൗമ തന്നെയാണല്ലോ. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ? ഈ മുഹമ്മദിനെ, മുഹമ്മദിന്റെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ ലോകത്തൊരാളും വേറൊരാളെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് അബൂ സുഫിയാൻ ആ സമയത്ത് അമ്പരന്നിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. വല്ലാത്തൊരു സ്നേഹമല്ലേ ഇത്? ആർക്കാണ് ഇങ്ങനെ ആകാൻ കഴിയുക? യഥാർത്ഥത്തിൽ ഒരു വാക്കേ വേണ്ടി കൂളായിട്ട് അവിടുന്ന് ഊരി പോരാ. നബീനോട് വന്ന് പറയാം, റസൂല് ഞാൻ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്, ജീവൻ രക്ഷിക്കാൻ. റസൂല് വേണ്ടാന്ന് പറയില്ല. പക്ഷേ ഖുബൈബ് സമ്മതിച്ചില്ല. ആ തൂക്കുമരത്തിൽ കൊല്ലപ്പെട്ടു പോയി മഹാനവറുകൾ. അതിലൊന്നും പ്രശ്നമില്ല. പക്ഷെ ഹബീബായ റസൂലിന്റെ കാലിനടിയിൽ മുള്ളു തറച്ചു എന്ന് കേൾക്കാൻ, ആ വാർത്ത കേൾക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്നാ പറഞ്ഞു. അതാണ് ഹുബ്ബ്.
ആ ഹുബ്ബ് എങ്ങനെ ആ റസൂലിന് അവർ നൽകാതിരിക്കും? കാരണം തിരിച്ച് അതിനേക്കാളധികം ആ ജനതയെ സ്നേഹിച്ച ഹബീബായ റസൂലാണ്. വെറുതെ ഉണ്ടായതല്ല ഈ സ്നേഹം. ഇങ്ങോട്ട് അവിടെ നിന്ന് കിട്ടിയ സ്നേഹം ഈ ഉമ്മത്ത് റസൂലുള്ളാഹിക്ക് അതിന്റെ 100 മടങ്ങായി തിരിച്ചു കൊടുത്തതാണ്. ഇങ്ങോട്ട് സ്നേഹം കിട്ടിയിട്ടുള്ള അതിന്റെ പ്രതികരണമാണ്. കാരണം അവരത് അനുഭവിച്ചവരാണ്. മക്കയിലും മദീനയിലും അവരത് അനുഭവിച്ചവരാണ്. ആ സ്നേഹത്തിന്റെ വൈപുല്യം, ആ സ്നേഹം അനുഭവിക്കാത്ത, ആ കാരുണ്യത്തിന്റെ കുളിർമയെ ആസ്വദിക്കാത്ത ഒരു ജീവജാലവും അറേബ്യയിൽ അന്നുണ്ടായിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല പറഞ്ഞില്ലേ, വകാന ജൂദുഹു കരീഹൽ മുർസല. റസൂലുള്ളാഹിന്റെ കാരുണ്യം, റസൂലുള്ളാഹിന്റെ ഔദാര്യം അഴിച്ചുവിട്ട കാറ്റ് പോലെയായിരുന്നു എന്ന്. ഒരു കുളിർക്കാറ്റടിച്ചാൽ, പ്രഭാതത്തിൽ ഒരു കുളിർക്കാറ്റടിച്ചാൽ അതിന്റെ കുളിർമ ആസ്വദിക്കാത്ത ആരാണുണ്ടാവുക? ആ കുളിർമയ്ക്ക് വിവേചനമില്ലല്ലോ. അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മുതിർന്നവർക്കും കുട്ടികൾക്കും മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും വൃക്ഷലതാദികൾക്കും വള്ളിപ്പടർപ്പുകൾക്കും ആ കുളിർക്കാറ്റിന്റെ കുളിർമ ആസ്വദിക്കാൻ കഴിയില്ലേ? അതുപോലെ തിരുദൂതരുടെ കാരുണ്യം ആസ്വദിക്കാതെ ആ രാജ്യത്ത് മക്കയിലോ മദീനയിലോ തായിഫിലോ ഹിജാസിലോ ഒരാളും കഴിഞ്ഞു പോയിട്ടില്ല, ഒരു വസ്തുവും കഴിഞ്ഞു പോയിട്ടില്ല. എല്ലാവരും ആ കുളിർമ ആസ്വദിച്ചിട്ടുണ്ട്, ആ സ്നേഹം ആസ്വദിച്ചിട്ടുണ്ട്. അവരുടെ കുഞ്ഞുങ്ങൾ ആ സ്നേഹം ആസ്വദിച്ചിട്ടുണ്ട് തിരുദൂതരുടെ മുന്നിൽ. അവരുടെ വൃദ്ധകളായ സ്ത്രീകൾ റസൂലുള്ളാഹിന്റെ ആ സ്നേഹത്തിന്റെ കുളിർമ ആസ്വദിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർ ആ കുളിർമ ആസ്വദിച്ചിട്ടുണ്ട്. നജറാനിൽ താമസിച്ചിരുന്ന ക്രിസ്ത്യാനികൾ റസൂലുള്ളാഹിന്റെ സ്നേഹത്തിന്റെ കുളിർമ ആസ്വദിച്ചിട്ടുണ്ട്. ആരാണ് ആസ്വദിക്കാതിരുന്നത്? അവരുടെ വേദനകൾ, അവരുടെ ഹൃദയവികാരങ്ങൾ ഇത്രമാത്രം അറിഞ്ഞ് ആ സ്പോട്ടിൽ അതിന് കാരുണ്യത്തിന്റെ സഹായം നൽകിയത് അല്ലാഹുവിന്റെ ഹബീബായ റസൂലായിരുന്നില്ലേ? പോർക്കളത്തിൽ വെച്ചാണ് മഹാനായ ഖതാദ റളിയല്ലാഹു തആല തങ്ങൾ ഓടി വരുന്നത്. ഖതാദ ഓടി വരികയാണ് യുദ്ധക്കളത്തിൽ നിന്ന്. ഇലാ ഹളറത്ത് റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഖതാദ എന്തു പറ്റി? അപ്പൊ ഖതാദ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. എന്താണ് കയ്യില്? കയ്യില് കണ്ണാണ്, സ്വന്തം കണ്ണ്. അപ്പൊ യുദ്ധത്തിൽ അമ്പ് കൊണ്ടപ്പോ അമ്പങ്ങ് പറിച്ച കൂട്ടത്തിൽ കണ്ണുങ്ങ് പോന്ന്. ആ പറഞ്ഞു വീണ കണ്ണ് കയ്യിൽ പിടിച്ചിട്ട് ഖതാദ റളിയല്ലാഹു തആല തങ്ങളെ ആശുപത്രിയിലേക്കല്ല കൊണ്ടുപോകുന്നത്, ഇലാ ഹളറത്ത് റസൂലില്ലാഹ്. ഓടി വരികയാണ്, അല്ലാഹുവിന്റെ തിരുദൂതരെ ഇതെന്റെ കണ്ണാണ്, ഇതെന്റെ കണ്ണാണ്. അല്ലാഹു റസൂൽ ചോദിച്ചു, എന്ത് വേണം? എനിക്ക് ആ കണ്ണ് അവിടെ തന്നെ വെച്ചു തരണമെന്ന്. റസൂലുള്ളാഹി ചോദിച്ചു, ഖതാദ നിനക്കറിഞ്ഞുകൂടെ ഒരു പോർക്കളത്തിൽ രക്തസാക്ഷിയാകുന്ന ആൾക്ക് നാളെ പരലോകത്ത് ലഭിക്കാവുന്ന അത്യുന്നതമായ സ്ഥാനമാനങ്ങൾ എന്താണ് എന്ന് നിനക്കറിഞ്ഞുകൂടെ ഖതാദ? എന്താ അതിന്റെ അർത്ഥം? നിന്റെ കണ്ണ് ഷഹീദാണ്. അപ്പൊ നിന്റെ കണ്ണ് അടുത്ത നിമിഷം മുതൽ സ്വർഗത്തിലാണ്. സ്വർഗത്തിന്റെ ആ സൗന്ദര്യം കൺകുളിർക്കെ ആസ്വദിക്കാൻ നിന്റെ കണ്ണ് സ്വർഗത്തിലാണ്. ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ അതൊക്കെ എനിക്കറിയാം, അതിലെനിക്ക് വിഷമമില്ല. പക്ഷേ ഞാൻ ഈ യുദ്ധത്തിൽ ഷഹീദാകുന്ന തങ്ങൾ എനിക്ക് ഉറപ്പ് തരണം. എന്നാ പിന്നെ കണ്ണുപോട്ടെ, സാരല്ല, ഞാൻ ഷഹീദാകണം. അഥവാ ഞാൻ എങ്ങാനും ഷഹീദാകാതെ തിരിച്ചു പോകേണ്ടി വന്നാൽ ഹബീബായ റസൂലേ, ഞാൻ ഈ അടുത്ത കാലത്ത് കല്യാണം കഴിച്ച ഒരു ചെറുപ്പക്കാരനാണ്. മധുവിധുവിന്റെ മാധുര്യം തീരുന്നതിന്റെ മുമ്പാണ് ഞാൻ പോർക്കളത്തിലേക്ക് പോന്നത്. ഞാൻ മടങ്ങിച്ചെല്ലുമ്പോൾ എന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിഷ്കളങ്കയായ പെൺകൊടിയുടെ മുന്നിലേക്ക് ഞാനൊരു ഒറ്റക്കണ്ണനായി തിരിച്ചു ചെന്നാൽ അതാ പെൺകുട്ടിയുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന മനോവികാരം എന്താണ് എന്ന് തങ്ങൾക്ക് അറിഞ്ഞുകൂടെ റസൂലേ? ഹബീബായ റസൂല് മറ്റൊന്നും പറഞ്ഞില്ല. കാരണം റസൂലുള്ളാഹിക്ക് അത് അതിനേക്കാളമായിട്ട് അറിയും. ആ പെൺകുട്ടിയുടെ വേദന എന്താണെന്ന് റസൂലുള്ളാഹിക്ക് അറിയും. അതാണ് ഹൃദയത്തെ സ്പർശിച്ചത്. ഒരു സെക്കൻഡ് റസൂലുള്ളാഹിന്റെ ഖൽബിനെ അത് സ്പർശിച്ചു. അതുകൊണ്ട് പിന്നെ ഒന്നും പറഞ്ഞില്ല, വേഗം ആ കണ്ണെടുത്തിട്ട് അവിടെ തന്നെ വെച്ചു കൊടുത്ത് കുറച്ച് തുപ്പുനീരും പറ്റി പോയിക്കൊന്നു പറഞ്ഞു. പഴയതിനേക്കാൾ ശോഭയാർന്ന കണ്ണുകളോടെ, മനോഹരമായ തിളങ്ങുന്ന കണ്ണുകളോടെ മഹാനായ ഖതാദ റളിയല്ലാഹു തആല തങ്ങൾ യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. അത് കണ്ടനുഭവിച്ച ആ ജനത റസൂലുള്ളാഹിനെ സ്നേഹിക്കൂലേ? അവരുടെ ജീവനേക്കാൾ റസൂലുള്ളാഹിനെ അവർ സ്നേഹിക്കില്ലേ?
കാരണങ്ങൾ അവരുടെ കൺമുമ്പിലുണ്ട്. എണ്ണമറ്റ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഇതൊരു സാധാരണ മനുഷ്യനല്ല, അള്ളാഹുവിൻ്റെ അരികിൽ നിന്ന് മുഅ്ജിസാത്തുകൾ ലഭിക്കുന്ന അസാധാരണ വ്യക്തിത്വമാണ് എന്ന് തെളിയിക്കുന്ന, ഏതൊരു മന്ദബുദ്ധിയെയും ബോധ്യപ്പെടുത്താൻ പോന്ന മഹാത്ഭുതങ്ങൾ സൃഷ്ടിച്ച റസൂലാണ് അവരുടെ കൺമുമ്പിലുള്ളത്. അതിൻ്റെ ആ മുഅ്ജിസാത്തിന്റെ മഹിമയും അതിൻ്റെ നന്മയും അതിൻ്റെ കാരുണ്യവും ജീവിതത്തിൽ ഏറ്റുവാങ്ങിയ സമൂഹമാണ് മുന്നിലുള്ളത്. അവർ റസൂലുള്ളാഹിനെ സ്നേഹിക്കൂലേ? സ്നേഹിക്കുക തന്നെ ചെയ്യും. അതാണ് അവർ നൽകിയ സ്നേഹം. കൊച്ചു കുഞ്ഞുങ്ങൾ, ചെറിയ പിഞ്ചുമക്കൾ, റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നതാണ് ആ മൃദുലമായ പുഷ്പങ്ങളെപ്പോലെ മനോഹരമായ കുഞ്ഞുങ്ങൾ. നിങ്ങൾ കേട്ട് കാണും, സാധാരണ വഅളുകളിലൊക്കെ ഒരിക്കൽ ഒരു പെരുന്നാളിന് റസൂലുള്ളാഹി രാവിലെ സുബഹിസ്കരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, പെരുന്നാൾ നിസ്കാരം നമ്മളെ നാട്ടിൽ മാതിരി 9:30 മണിയൊന്നും കാത്തിരിക്കൂല. മക്കയിലും മദീനയിലും അറബ് ലോകത്തൊന്നും സൂര്യ ഉദിച്ചു ഉയർന്നാൽ പെരുന്നാൾ നിസ്കാരം ഉണ്ടാവും. അപ്പോൾ ഒരു ചെറിയ ഇടവേള, നേരത്തെ തന്നെ എല്ലാവരും റെഡിയായിരിക്കും. കുഞ്ഞുങ്ങളൊക്കെ സുബഹിന്റെ മുമ്പ് തന്നെ എല്ലാം റെഡിയായിട്ട് തെരുവിലുണ്ടാവും. സുബഹി നിസ്കരിച്ച് പെരുന്നാൾ നിസ്കാരത്തിന് ഇങ്ങോട്ട് വരാൻ വേണ്ടി അതിൻ്റെ ചെറിയൊരു ഇടവേളയിൽ ഹബീബായ റസൂല് അങ്ങ് പോവുകയാണ്. അപ്പോഴാണ് പള്ളിയുടെ മുറ്റത്ത് തുള്ളിച്ചാടി കളിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഒരു പ്രവാഹം റസൂലുള്ള കാണുന്നു. വല്ലാത്തൊരു കൗതുകല്ലേ അത്. റസൂലുള്ളാഹിക്ക് വല്ലാത്തൊരു കൗതുകം. റസൂല സന്തോഷം. ഈ പെരുന്നാളിന് ഓടിച്ചാടി കളിക്കുന്ന പുത്തൻ കുപ്പായം ധരിച്ച കുട്ടികൾ അങ്ങനെ നോക്കി നിൽക്കുമ്പോണ്ട് ഒരു കുഞ്ഞ് മാത്രം അകലങ്ങളിൽ ഏകാന്തനായിരിക്കുന്നു, ഒറ്റ കുഞ്ഞ് മാത്രം. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിനെ ഏറ്റവും അധികം സ്പർശിച്ചത് അതാണ്, ആ ഒരു കാഴ്ചയാണ്. ചില കാഴ്ചകൾ എങ്ങനെയുള്ളൂ, വല്ലാതെ നമ്മളെ വേദനിപ്പിച്ചു പോകും. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഇടക്കാലത്ത് ഒരു തുർക്കി തീരത്ത് മരിച്ചു കിടന്ന ഒരു കുഞ്ഞ് ലോകത്തെ വർപ്പിച്ചില്ലേ? ആ ഒരൊറ്റ കുഞ്ഞ്, ഐലൻ കുർദി എന്ന് പറയുന്ന ഒരു കുഞ്ഞ് മനുഷ്യഹൃദയങ്ങളെ സ്പർശിച്ചില്ലേ? അതുപോലെ റസൂലുള്ളാഹിക്ക് അതിനിടയിൽ ആ ഒരു കുഞ്ഞിന്റെ ആ ഇരുത്തം ഉണ്ടല്ലോ, അത് വല്ലാതെ സ്പർശിച്ചു പോയി. ഹബീബായ റസൂല് നേരെ ആ കുഞ്ഞിന്റെ അരികിൽ ചെന്നു. കുഞ്ഞ് ഇരിക്കുന്നതിന് ഇപ്പുറത്ത്, അതുപോലെ നമ്മൾ സാധാരണ നിലത്തിങ്ങനെ കുന്തിച്ചിരിക്കുക എന്ന് പറയല്ലോ, അങ്ങനെ ഇരുന്നിട്ട് ആ കുഞ്ഞിന്റെ ചുമലിൽ മെല്ലെ അങ്ങ് സ്പർശിച്ചു. സാവധാനം തൊട്ടിട്ട് ചോദിച്ചു, മോനെ എനിക്ക് എന്തു പറ്റിയെന്ന്. ആ കുഞ്ഞ് തിരിഞ്ഞു നോക്കുന്നില്ല, ഇതാരാണ് എന്നറിയില്ല, ആരാണെന്ന് നോക്കുന്നില്ല. കയ്യങ്ങ് തട്ടിയിട്ട് പറഞ്ഞു, ദഅനിയാമീൻ. നേർക്കുന്നേരെ പറഞ്ഞ നിങ്ങൾ പോയോടുന്നൊക്കെ പറയല്ലേ, നമ്മൾ പോയി കാക്കണമൊക്കെ പറയില്ലേ, എന്നോടൊന്നും പറയണ്ടെന്ന്. ചെറിയ കുട്ടികളെങ്ങനെ കുറുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്. കുറുമ്പ് പിടിച്ചൊരുമ്മ കുഞ്ഞിൻ്റെ അടുത്ത് ഉമ്മ മോനെ കഞ്ഞി കുടിക്കാൻ പറഞ്ഞാൽ കൈ തട്ടിയിട്ട് എനിക്കിപ്പോൾ കഞ്ഞൊന്നും വേണ്ടെന്ന് പറയില്ലേ, അതുപോലുള്ള ഒരു കുഞ്ഞിക്കുറുമ്പ് കയ്യങ്ങ് തട്ടി ദഅനിയാമീൻ, എന്നോടൊന്നും പറയണ്ട. പക്ഷേ റസൂലുള്ളാഹിക്ക് അത് കേട്ട് പോരാൻ കഴിയില്ല. ആ കുഞ്ഞിന്റെ മനസ്സിനെ ഇനി സ്പർശിക്കണമെങ്കിൽ സാധാരണ വർത്താനം പറ്റൂല. അതിന് അവിടെയാണ് റസൂലുള്ളാഹിന്റെ ഹിക്മത്ത്. ശരിക്കൊരു മനഃശാസ്ത്രജ്ഞന് സാധിക്കുന്ന തന്മയത്വത്തോടെ ആ കുഞ്ഞിനെ ശ്രദ്ധ നീട് കിട്ടണം. അതിനിപ്പോ എന്താ വഴി? റസൂൽ ആലോചിച്ചു. അത് വല്ലാത്തൊരു ഹിക്മത്താണ്. കുഞ്ഞുങ്ങൾ കുറുമ്പ് കടിച്ചാല് നമ്മൾ ഏറ്റവും അധികം ചിന്തിക്കേണ്ടത് അവരെ മനസ്സിപ്പം ഇങ്ങോട്ട് കിട്ടാൻ എന്താണോ അവർക്ക് ഇഷ്ടമുള്ളത് അതിൽ തൊടണം. അല്ലാതെ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഈ കുഞ്ഞുങ്ങളെ കണ്ടല്ലേ കരയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ തിരിക്കുന്ന വിഷയം പറഞ്ഞെങ്കിലേ ശരിയുള്ളൂ. അല്ലാതെ കരയല്ലടാന്ന് അടിച്ചാൽ ഇരട്ടി കരയല്ലേ ഉള്ളൂ. ഉമ്മാരൊക്കെ അങ്ങനെയാണ്, കരഞ്ഞാൽ കരയല്ല എന്ന് പറഞ്ഞിട്ട് അടിക്കും, അപ്പൊ കൂടുതൽ കരയും. റസൂൽ എന്ത് ചെയ്തു? റസൂൽ വേഗം ഈ കുഞ്ഞിനോട് ചോദിച്ചു, മോനെ നീ എന്താ പെരുന്നാളായിട്ട് പുത്തൻ കുപ്പായൊന്നും ധരിക്കാത്തത്? അത് തന്നെയാണ് ഇഷ്യൂ. പുത്തൻ കുപ്പായം എന്താണ് നീ ധരിക്കാത്തത്? പെരുന്നാളിന് എല്ലാവരും പുത്തൻ കുപ്പായം ധരിക്കൂലേ? അപ്പൊ പറഞ്ഞ മാതിരി അതിന്റെ പ്രതികരണം ഉണ്ടായി. എന്നോടൊന്നും പറയണ്ടെന്ന് പറഞ്ഞ് കൈ തട്ടി ആ കുഞ്ഞ് അപ്പൊ പറഞ്ഞു, എനിക്കതിന് കുപ്പായം ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അതവന്റെ ഇഷ്യൂ ആണ്. റസൂലുള്ളാഹിക്ക് അറിയാം അതാണ് ഇപ്പൊ പറയേണ്ടത്, വേറെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അതില്ലാത്തതാണ് അവൻ അകന്നിരിക്കാൻ കാരണം എന്നറിയാം. എനിക്ക് കുപ്പായമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എൻ്റെ ഉപ്പ കുപ്പായൊന്നും വാങ്ങി തന്നില്ലേ പെരുന്നാളായിട്ട് എന്ന് ചോദിച്ചു. ആ കുഞ്ഞ് പറഞ്ഞു, എനിക്കതിന് ഉപ്പല്ലല്ലോ. അപ്പൊ റസൂൽ ചോദിച്ചു, എൻ്റെ ഉപ്പ എവിടെ പോയി? അപ്പൊ ആ കുഞ്ഞ് മറുപടി പറഞ്ഞു, മാത്ത അബീ ഫീ ഗസ്വത്തിൻ മഅ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലിന്റെ കൂടെ യുദ്ധത്തിന് പോയതായിരുന്നു എൻ്റെ ഉപ്പ, ആ യുദ്ധത്തിൽ മരിച്ചുപോയി എന്ന് പറഞ്ഞു.
അപ്പോഴൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല ഇതാരാണ് ഇത് പറയുമ്പോഴൊന്നും. ഹബീബായ റസൂലിന്റെ മനസ്സ് വേദനിച്ചു. കാരണം പടച്ചവനെ, അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി ഫീ സബീലിൽ എന്റെ കൂടെ പോർക്കളത്തിലേക്ക് വന്ന ധീരനായൊരു പോരാളിയുടെ, ഷഹീദായ ഒരു പോരാളിയുടെ യതീമായ കുഞ്ഞാണല്ലോ ഇരിക്കുന്നത്. പുന്നാര റസൂൽ ആ കുഞ്ഞിനെ വാരിങ്ങെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് അവന്റെ മുഖം ഇങ്ങനെ തന്റെ മുഖത്തേക്ക് തിരിച്ചിട്ട് ആ മോനോട് ചോദിച്ചു, മോനെ, കൈഫ അൻ അകൂന ലക അബാ വ ആയിഷത ലക ഉമ്മ വ ഫാത്തിമത ലക ഉഖ്താ. മോനെ, ഞാൻ നിന്റെ ഉപ്പയായിരിക്കട്ടെ. എങ്ങനെയുണ്ടാകും? ഞാൻ നിന്റെ ഉപ്പയായിരിക്കട്ടെ. കൈഫ അൻ അകൂന ലക അബാ വ ആയിഷത ലക ഉമ്മ. എന്റെ ഭാര്യ ആയിഷ ഇനി മുതൽ നിന്റെ ഉമ്മയാണ്. എന്റെ മകൾ ഫാത്തിമ നിന്റെ കൂട്ടുകാരിയാണ്, നിന്റെ ഉഖ്താൻ. ഇത് പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കുന്നത്. ഇതാരാണ്? അപ്പോഴാണ് മനസ്സിലായത് ഇത് ഇന്ന വ്യക്തിയാണ് എന്ന്. അപ്പൊ ആ കുഞ്ഞ് റസൂലുള്ളാഹിന്റെ കയ്യിലിരുന്നു കൊണ്ട് പറഞ്ഞു, അഫ്വൻ യാ റസൂലല്ലാഹ്, എന്നോട് മാപ്പാക്കണം, ഞാൻ ഇതുവരെ തങ്ങളെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ ചെറിയ കുട്ടി. അഫ്വൻ യാ റസൂലല്ലാഹ്, എന്നോട് മാപ്പാക്കണം റസൂലേ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിക്കൊന്നും വിഷയമല്ല, റസൂലിക്ക് മാപ്പാക്കണ കേസൊന്നുമില്ല. റസൂൽ ആ കുഞ്ഞിനെ വാരിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ആയിഷനെ വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ, നീ ഇവനെ കുളിപ്പിച്ചു കൊടുക്കണം, എന്നിട്ട് ഇവന് പുത്തൻ ഉടയാടകൾ നൽകണം, എന്നിട്ട് ആഹാരം കൊടുക്കണം, എന്നിട്ട് എൻ്റെ അരികിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ആയിഷ ബീവി, മക്കളൊന്നുമില്ലല്ലോ ആയിഷ ബീവിക്ക്, ആ കുഞ്ഞിനെ കൊണ്ടുപോയി കുളിപ്പിച്ചു. പുതിയൊരു കമീസ് സംഘടിപ്പിച്ച്, ഒരു കുഞ്ഞു കന്തൂറ സംഘടിപ്പിച്ച് ഇട്ടുകൊടുത്തു, തലയിൽ തൊപ്പി വെച്ചു കൊടുത്തു. എന്നിട്ട് പ്രഭാതത്തിൽ ആയിഷ ബീവിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന റൊട്ടി കഷ്ണം കൊണ്ട് ആഹാരം കൊടുത്തു. എന്നിട്ട് റസൂലുള്ളാഹിന്റെ മുന്നിൽ കൊണ്ടുവന്നു. ഹബീബായ റസൂല് 2-3 ദീനാറുകൾ സ്വർണ്ണ നാണയങ്ങൾ എടുത്ത് ആ കുഞ്ഞളം കൈകളിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇൽ അബ്മഅഹ്വാനിക്കാൻ, ഇനി പോയിട്ട് കളിക്കുന്ന. ആ സ്നേഹം, കാരണം കുഞ്ഞുങ്ങൾ കളിക്കേണ്ടവരാണ്, അവർ കളിക്കാൻ തന്നെ പറയേണ്ടത്. ചെറിയ കുട്ടികളെ കളിക്കുമ്പോഴേക്ക് എന്താ അങ്ങനെ കളിക്കാൻ പാടില്ല ഒന്നും പറയണ്ട. അവർ കളിക്കേണ്ട ടൈമാണ്, കളിക്കട്ടെ. മറ്റു കൂട്ടുകാർ കളിക്കുന്നേ കണ്ടില്ലേ? ആ കൂട്ടുകാരുടെ കൂടെ ഇൽ അബ്മഅഹ്വാനിക്, ഇനി നിന്നെങ്ങനെ ദുഃഖിതനായിരിക്കുന്നത് കാണരുത്, പോയിട്ട് കളിക്കുന്ന് പറഞ്ഞു. എന്തായിരിക്കും അരങ്ങം? ആ കുട്ടി ഒരു കയ്യിൽ ഇതിങ്ങനെ മുറുകെ പിടിച്ച് മറ്റേ കൈ കൊണ്ട് ആ കമീസും കന്തൂറും പൊക്കി പിടിച്ചൊരു ഓട്ടാണ്ട് ഓടിയിട്ടുണ്ട്. രംഗം നിങ്ങൾ സങ്കല്പിച്ചു നോക്ക്. ഒരു ചെറിയ കുട്ടികളുടെ പിപ്പീന്ന് പറഞ്ഞിട്ടൊരു പോക്ക്, ഒരു ഓട്ടം ഓടി കൂട്ടുകാരുടെ അരികിലേക്ക്. അപ്പൊ എല്ലാവരും കൂടെ കൂടി, കാരണം പുതിയ കുപ്പായിട്ട് വന്നിരിക്കുകയാണ്, കയ്യിലെന്തോ പിടിച്ചിട്ടുണ്ട്. എല്ലാവരും കയ്യുമ്പോ തോന്നി എന്താണെന്ന് ചോദിച്ചു. അപ്പൊ കയ്യ് തുറന്ന് നോക്കുമ്പോൾ അവർക്കാർക്കുമില്ലാത്ത വിധം ആ യതീമായ കുഞ്ഞിന്റെ കഞ്ഞിൽ പെരുന്നാളിന്റെ പ്രഭാതത്തിൽ 2-3 സ്വർണ്ണ നാണയങ്ങൾ പുഞ്ചിരിക്കുകയാണ്. അവർ ചോദിച്ചു, എവിടുന്നാ എനിക്കത് കിട്ടിയത്? ആരാ നിനക്കത് തന്നത്? ആരാ എനിക്ക് കുപ്പായം വാങ്ങി തന്നത്? ആരാ തൊപ്പി വാങ്ങി തന്നത്? അവർ ചോദിച്ചു. എല്ലാവരും കൂടെ കൂടിയിട്ട് കുഞ്ഞുങ്ങൾ, അവൻ അഭിമാനത്തോടെ അവരുടെ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞു, ഇന്നീ റഅയ്തു അബൻ ഖൈറൻ മിൻ അബീ വ ഉമ്മൻ ഖൈറൻ മിൻ ഉമ്മീ. എൻ്റെ ഉപ്പയേക്കാൾ ഖൈറായ ഒരു ഉപ്പയെ ഞാൻ കണ്ടു, എൻ്റെ ഉമ്മയേക്കാൾ ഖൈറായ ഒരു ഉമ്മയെ ഞാൻ കണ്ടു. അവർ ചോദിച്ചു, പറയൂ, ആരാണ് എനിക്കിത് തന്നത്? ആ കുഞ്ഞ് പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹ്. മനസ്സിലായി നിങ്ങൾക്ക്? അതാണ് ആ സ്നേഹത്തിന്റെ പ്രവാഹം. നമ്മൾ മങ്കൂസ് മൗലൂദ് ചെല്ലുന്നില്ലേ? അന്ത ഉമ്മുൻ അം ആബു മറഅയ്നാ ഫീഹി മാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ. തങ്ങൾ ഞങ്ങളെ മാതാവോ അല്ലെങ്കിൽ പ്രിയ പിതാവോ കണ്ടില്ല അവരിരുവരിലും ഞാൻ തങ്ങളെ ശോഭാ തിരുനബിയേ. നമ്മുടെ ഉമ്മയേക്കാൾ നമ്മുടെ ഉപ്പയേക്കാൾ നമ്മെ സ്നേഹിച്ച നബിയാണ്. ആ റസൂലിനെ സ്നേഹിക്കാതിരിക്കുമോ? ആ സഹാബികൾ പിന്നെ സ്നേഹിക്കാതിരിക്കുമോ?
അതറിഞ്ഞാൽ, ആ ചരിത്രം അറിഞ്ഞാൽ ആ സ്നേഹം നമ്മുടെ കൽബിൽ നമ്മളറിയാതെ മുളപൊട്ടുക തന്നെ ചെയ്യും. അത്രമാത്രം ഈ സമൂഹത്തെ സ്നേഹിച്ച നബിയാണിത്. അവരുടെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ച നബിയാണ്, അവരുടെ ഉമ്മമാരെ സ്നേഹിച്ച നബിയാണ്, അവരുടെ സ്ത്രീകളെ സ്നേഹിച്ച നബിയാണ്. നിങ്ങൾ ഓർത്തു നോക്കണം, പുന്നാര റസൂലിന്റെ കാരുണ്യം കൊണ്ടാണ് യഥാർത്ഥത്തിൽ അറേബ്യയിൽ സ്ത്രീകൾക്ക് ജീവിക്കാൻ കഴിഞ്ഞത്. റസൂലുള്ള വരുമ്പോണ്ടായിരുന്ന അവസ്ഥ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? എന്തായിരുന്നു റസൂലുള്ളാന്റെ കാലഘട്ടം? ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങൾക്കത് മനസ്സിലാവും. ഹബീബായ റസൂൽ മദീന പള്ളിയിൽ ഇരിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ വന്നു, പൊട്ടിക്കരഞ്ഞുകൊണ്ട്, നിർത്താതെ കരഞ്ഞുകൊണ്ട്, അയാൾക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അവസാനം അയാൾ പറഞ്ഞു, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഞാൻ കഠിനമായി തെറ്റ് ചെയ്തു പോയ ആളാണ് എന്ന് പറഞ്ഞു. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ സ്വാഭാവികമായിട്ടും അല്ലാഹുവിന്റെ റസൂല് എല്ലാവരോടും പറയുന്നൊരു വാക്കുണ്ടല്ലോ, സാരമില്ല, അല്ലാഹു തആല പുറത്തു തരും, നീ ദ്വാരുന്നോ, തൗബ ചെയ്തോ, ഞാനും ദ്വാരക്കാന്നൊക്കെ അല്ലേ പറയല്. അതൊക്കെ റസൂലുള്ള പറഞ്ഞ്, പക്ഷെ അയാൾ നിർത്തുന്നില്ല. അയാൾ പറഞ്ഞു, ഇല്ല റസൂലെ, എത്ര വലിയ ദയ ഉള്ള ആളായിരുന്നാലും എനിക്ക് എന്നോട് പുറത്തു തരില്ല, അത്രയും വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്. റസൂൽ പറഞ്ഞു, അങ്ങനെ പറയരുത്, കാരണം അല്ലാഹു തആല കാരുണ്യവാനാണ്, അല്ലാഹു തആല ദയാനിധിയാണ്, അല്ലാഹു പൊറുക്കും. അയാൾ പറഞ്ഞു, അല്ലാഹ് എനിക്ക് പുറത്തു തരൂല, എത്ര വലിയ ദയുണ്ടെങ്കിലും അല്ലാഹു എനിക്ക് പുറത്തു തരൂല എന്ന് പറഞ്ഞു. അപ്പോഴൊന്നും റസൂൽ ചോദിക്കുന്നില്ല ഇയാളോട് നീ എന്താ ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കണം, അതിലൊക്കെ നമുക്ക് പാഠങ്ങളുണ്ട്. ഡയറക്റ്റ് ആയിട്ട് ഒരാൾ വന്ന് ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോലും അല്ലാഹുവിൻ്റെ റസൂല് എന്താ നീ ചെയ്തതെന്ന് ചോദിക്കുന്നില്ലല്ലോ. എന്തായാലും മനസ്സിലാക്കേണ്ടത്, അത് ഒരു വ്യക്തിയുടെ സ്വകാര്യമാണ്, നമ്മളതിൽ ഇടപെടരുത്. മനുഷ്യർ ചെയ്യുന്ന തെറ്റുകളുടെ പുറകിൽ പോകരുത്, അത് അന്വേഷിക്കാനും അയാളെന്താ ചെയ്തു ഇയാളെന്താ ചെയ്തു നോക്കാം. നേരിട്ടോ എന്ന് പറഞ്ഞിട്ട് റസൂല് ചോദിച്ചിട്ടില്ല. പക്ഷെ നമ്മളൊക്കെ എവിടുന്ന് കേട്ടിട്ട് പിന്നെ അതിൻ്റെ പുറകെ പോവാണ്, അതിൻ്റെ ബാക്കി അറിയാൻ വേണ്ടിയിട്ട്. പിന്നെന്തേണ്ടായത് എന്നറിയാൻ വേണ്ടല്ലേ, അതിൻ്റെ പുറകിൽ പോകല്ലേ നമ്മൾ ചെയ്യുന്നത്. എത്ര അശ്ലീലമാണത്. എന്തിന് മറ്റുള്ളവരുടെ തെറ്റിൻ്റെ പുറകിൽ പോകണം? അവരും അവരുടെ റബ്ബും തമ്മിലുള്ള കാര്യമല്ലേ, നമ്മളതിൻ്റെ പുറകിൽ പോകേണ്ട വല്ല കാര്യമുണ്ട്? റസൂലുള്ളാഹിന്റെ സ്വഭാവം കണ്ടില്ലേ, ചോദിക്കുന്നില്ലല്ലോ എന്തോടെ നീ ചെയ്ത് തെറ്റ് എന്ന്. പക്ഷെ അയാൾ ആവർത്തിച്ച് പോകാതെ പൊറുക്കൂലെന്ന് ഉറപ്പ് പറഞ്ഞപ്പോൾ പിന്നെ നിർവാഹമല്ല, ഇതെന്താണെന്ന് അറിയാളൂ. അപ്പോൾ റസൂല് ചോദിച്ചു, എന്താ നീ ചെയ്ത തെറ്റ്? അപ്പം അയാൾ പറഞ്ഞു, റസൂലേ, ജാഹിലിയ കാലത്താണ് സംഭവം. ഞാൻ ഒരുപാട് കാലം കാത്തിരുന്നതാണ് ഒരു കുഞ്ഞിക്കാല് കാണാൻ. ഞാനും എൻ്റെ സഹധർമ്മിണിയും ഒരുപാട് കാത്തിരുന്നു. അവസാനം എൻ്റെ ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ സന്തോഷം കൊണ്ട് മതിമറന്നുപോയി റസൂലേ. കാരണം എല്ലാവരുടെയും ഒരു ആഗ്രഹമുള്ള ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത്. കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളില്ല, ഒരുപാട് കാലം കാത്തിരുന്നു. അന്നത്തെ അവസ്ഥയിലാണെങ്കിൽ കുഞ്ഞുങ്ങളില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ വലിയ അപമാനമാണ്. അതും വെറും കുഞ്ഞുങ്ങളല്ല, ആൺകുഞ്ഞുങ്ങൾ ഉണ്ടാകണം. അപ്പോൾ അതുണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ അവൻ ഒന്നിനും കൊള്ളരുതാത്തവനാണ്. അങ്ങനെ അവസാനം ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോണ്ടായ സന്തോഷത്തിന് അതിരില്ല. ഞങ്ങളെല്ലാവരും ആറ്റുനോറ്റ് കാത്തിരുന്നതാണ്. പക്ഷേ 9 മാസം കഴിഞ്ഞ് പരിപൂർണ ഗർഭിണിയായ എൻ്റെ ഭാര്യ പ്രസവിച്ചപ്പോൾ ഞങ്ങളുടെ എല്ലാ സന്തോഷങ്ങളും അസ്തമിച്ചു പോയി നബിയേ. കാരണം അതൊരു പെൺകുഞ്ഞായിരുന്നു. പിന്നെ അന്നത്തെ സാഹചര്യം അതല്ലേ, വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ളല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ ഖലീം യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി അയുംസികുഹു അലാ ഹൂൻ അം യദ്സുഹു ഫിത്തുറാബ്. പെൺകുട്ടിയാണെന്ന് കേട്ടാൽ പിന്നെ 2 കാര്യം ചെയ്യാനുള്ളൂ. ഒന്ന്, എല്ലാ മാനക്കേടും സഹിക്കണം സമൂഹത്തിൽ, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കുഴിച്ചു മൂടണം, വേറെ വഴികളൊന്നുമില്ലാതെ. അങ്ങനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. എൻ്റെ വീട്ടുകാരും കുടുംബങ്ങളും മുഴുവനും എന്നോട് സമ്മർദ്ദം ചെലുത്തി ആ കുഞ്ഞിനെ വെച്ചിരിക്കാൻ പാടില്ല. ഞാനും അങ്ങനെ ആലോചിച്ചു, ആ കുഞ്ഞളം പൈതലിനെ മണ്ണിൽ കുഴിച്ചു മൂടാൻ. പക്ഷേ 10 മാസക്കാലം ഗർഭം ധരിച്ചു കൊണ്ട് നടന്ന് നൊന്ത് പ്രസവിച്ച ആ മാതൃഹൃദയം അതിന് അനുവദിച്ചില്ല റസൂലേ. എൻ്റെ സ്നേഹനിധിയായ ഭാര്യയുടെ മാറിടത്തിൽ നിന്ന് കളങ്കമേശാത്ത കുഞ്ഞിനെ പറിച്ചെടുത്ത് കൊണ്ടുവന്ന് കുഴിച്ചു മൂടാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ കുഞ്ഞിനെ വളർത്താൻ തീരുമാനിച്ചു. പക്ഷെ ആരും അറിയാതെ, അങ്ങനെ ഒരു മനുഷ്യജീവിയും അറിയാതെ എൻ്റെ അന്തപുരത്തിനകത്ത് ആ കുഞ്ഞ് വളരുകയാണ്.
കുറച്ചു കാലമൊക്കെ അല്ലേ അങ്ങനെ പറ്റുള്ളൂ, പിന്നെ ഇത് കാലാകാലത്തിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റൂല. അവസാനം പുറത്ത് ഇറങ്ങിയ കുഞ്ഞ് ഒരു കുറച്ച് പ്രായമായപ്പോൾ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് പുറത്തിറങ്ങുന്ന പ്രായമായപ്പോൾ എൻ്റെ കുഞ്ഞ് പുറത്തിറങ്ങി. ഇത് ജനങ്ങൾ അറിഞ്ഞു, ഞാൻ ആ പെൺകുഞ്ഞിനെ വളർത്തിയിട്ടുണ്ട് എന്ന്. റസൂലേ, പിന്നെ എനിക്ക് അങ്ങാടിയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല, സൂക്കിലേക്ക് പോകാൻ കഴിഞ്ഞില്ല, ഞങ്ങളുടെ ചൂതാട്ട കേന്ദ്രങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞില്ല, മദ്യശാലയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. സാധാരണ ആളുകൾ ഒത്തുചേർന്ന ആദരണീയരായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുലൈമാൻ ഉസ്താദ് റഈസുൽ ഉലമ മഹാനവറുകൾ നമ്മുടെ സദസ്സിലേക്ക് വരികയാണ്. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉസ്താദ് വരുന്നവരെയുള്ള ആ ഒരു ഗ്യാപ്പ് കൊണ്ട് ഉപയോഗപ്പെടുത്തിയതാണ്, ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പോ അങ്ങനെ വല്ലാത്തൊരു അപമാനത്തിന്റെ സാഹചര്യത്തിൽ പിന്നെ മറ്റൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ എൻ്റെ കൂടെ പറഞ്ഞേക്കാൻ. അവൾ ചോദിച്ചു എങ്ങോട്ടാണ്? ഞാൻ കള്ളിയൊന്നും പറഞ്ഞില്ല, അങ്ങാടിയിലേക്കാണെന്ന് പറഞ്ഞു. കുളിപ്പിച്ച പുത്തനുടയാടുകൾ അണിയിച്ച് എൻ്റെ കൂടെ കുഞ്ഞിനെ പറഞ്ഞയച്ചു. എൻ്റെ വിരൽ പിടിച്ച് പൂമ്പാറ്റയെ പോലെ പാറിക്കളിക്കുന്ന പിഞ്ചു വൈതലിനെയുമായി ഞാൻ പോയത് റസൂലേ അങ്ങാടിയിലേക്കായിരുന്നില്ല, നിർജ്ജനശൂന്യമായ മരുഭൂമിയിലേക്കാണ്. ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് വലിയൊരു പൊട്ടക്കിണറിന്റെ വക്കിൽ പോയി ആ മൃദുലമായ ശരീരത്തെ വാരിയെടുത്ത് സ്നേഹനിധിയായ താമരയില പോലെ മൃദുലമായ എൻ്റെ മകളെ ഒന്ന് ചുംബിച്ച് ഞാൻ ആ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു നബിയേ. കിണറ്റിന്റെ അഗാധതയിൽ കിടന്നുകൊണ്ട് ഖതലനീ അബീ ഖതലനീ അബീ, ഉപ്പ എന്നെ കൊന്നുകളഞ്ഞല്ലോ എന്ന് അട്ടഹസിക്കുമ്പോൾ ആ ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടി വലിയൊരു പാറക്കല്ലെടുത്ത് ഞാൻ ആ കുഞ്ഞിന്റെ തലയിലേക്ക് വലിച്ചെറിഞ്ഞു നബിയേ. ആ ചെറുപ്പക്കാരൻ ഈ കഥ പറയുമ്പോൾ ഹബീബായ റസൂലിന്റെ കണ്ണിൽ നിന്ന് താടിരോമത്തിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ്. അത്രമാത്രം ദുരിതപൂർണമായൊരു സമൂഹത്തിൽ നിന്നാണ് ഹബീബായ റസൂൽ പറഞ്ഞത്. വഫാത്താകുന്ന തൊട്ടു മുമ്പുള്ള പ്രസംഗത്തിന്റെ അവസാനം പോലും അലാ വസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, നമ്മുടെ പെൺകുട്ടികൾ ഖൈറായതല്ലാതെ നിങ്ങൾ അവരോട് പെരുമാറണം. അവർക്ക് ഏറ്റവും ഖൈറായ വഴിയെ നിങ്ങൾ കണ്ടെത്താവൂ. അത്രമാത്രം അവരെ പളുങ്ക് പോലെ പരിശുദ്ധമായി പരിപാലിച്ചതും സംരക്ഷിച്ചതും ഈ ഹബീബായ റസൂലായിരുന്നില്ലേ? ആ റസൂലിനെ സ്നേഹിക്കാതിരിക്കുമോ ഈ സമൂഹം, ആ ഉമ്മത്ത്, ആ ജനത, ആ സ്ത്രീകൾ? 14 നൂറ്റാണ്ടായി നാം ആ റസൂലുള്ളാഹിക്ക് ആ സ്നേഹം തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഖബറിടത്തിൽ നിങ്ങൾ ഓർക്കുക, ഈ നിമിഷം പോലും തിരുഹളറത്തിൽ ആ വാതിൽപ്പടിയുടെ മുന്നിൽ കരഞ്ഞ കലങ്ങിയ കണ്ണുകളുമായി ഒഴുകി വന്ന വിശ്വാസികളുടെ തീർത്ഥാടകന്മാരുടെ പ്രവാഹമില്ലാതെ ഈ 14 നൂറ്റാണ്ട് കഴിഞ്ഞു പോയിട്ടില്ല. അതിൽ പണ്ഡിതന്മാരുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്, രാജാക്കന്മാരുണ്ട്, ഭരണാധികാരികളുണ്ട്, സാധാരണക്കാരുണ്ട്. എല്ലാവരുടെയും ഹൃദയത്തിന്റെ മോഹമാണ് ഹരിതാപമായ കുബ്ബയ്ക്ക് താഴെ, പ്രകാശപൂർണമായ മിനാരങ്ങൾക്ക് താഴെ വിശ്രമിക്കുന്ന പരിമളം പരത്തുന്ന ഹബീബായ റസൂലിന്റെ ഉമ്മരപ്പടിയുടെ മുന്നിൽ നിന്ന് പോയി നിന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നൊന്ന് സലാം പറയാൻ കൊതിക്കാത്ത ഒരു വിശ്വാസി ഉണ്ടാവില്ല. ഒരാളുടെ മനസ്സിലതില്ലെങ്കിൽ അവനൊട്ട് വിശ്വാസിയും അല്ല. നൂറ്റാണ്ടുകളായി ഈ സ്നേഹത്തിന്റെ പ്രവാഹം തുടങ്ങിയിട്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒത്തുചേരൽ, ഇതിനു വേണ്ടിയുള്ള അധ്വാനം എല്ലാം ആ ഒരു സ്നേഹപ്രകടനത്തിന്റെ ഭാഗമാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, അല്ലിമു ഔലാദക്കും മഹബ്ബത റസൂലില്ലാഹ്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് തുടങ്ങണം. പഠിച്ച് മനസ്സിലാക്കിയ റസൂലാണെന്ന് പഠിപ്പിച്ചിട്ട് സ്നേഹിക്കേണ്ടതല്ലാതെ, അത് എല്ലാം പഠിക്കുന്നതിന് മുമ്പ് ആദ്യം സ്നേഹം വരണം. ഞാൻ പറഞ്ഞില്ലേ, തൊട്ടിലിൽ കിടന്നിട്ടാണ് ഉമ്മാന്റെ വായിൽ നിന്ന് താരാട്ട് പാടുമ്പോഴാണ് ആ സലാത്തിന്റെ ഈരടികൾ നമ്മൾ കേട്ടത്. അതിന്റെ ബർക്കത്താണ് നമ്മുടെ ഖൽബിന്റെ ഉള്ളിലുള്ള നബിയോടുള്ള സ്നേഹം. പഠിച്ചതൊക്കെ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ്.
അന്ന് നമ്മൾ ഉണ്ണിയിൽ നിന്ന് വിരിയാന്ന് പറയില്ല, ആ സമയത്ത് റസൂലുള്ളാഹിന്റെ ആ സ്വലാത്ത് ഉമ്മാന്റെ വായിൽ നിന്ന് കേട്ടവരാണ് നമ്മളൊക്കെ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ കുട്ടികൾക്ക് താരാട്ട് പാടി കൊടുക്കുമ്പോൾ ഹബീബായ റസൂലിന്റെ ആ മദ്ഹ്, ആ കീർത്തനങ്ങൾ, ആ സ്വലാത്ത് ആ കുഞ്ഞുങ്ങളുടെ കാതുകളിലേക്ക് ഒഴുകി വരണം. അവരുടെ ഖൽബുകളിൽ ആ സ്നേഹത്തിന്റെ ഹഖീഖത്ത് അവരുടെ ഉള്ളിലേക്ക് അവരറിയാതെ കടന്നു പോകണം. തലമുറകളോട് നമുക്ക് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇന്ന് നിലനിൽക്കാൻ കഴിയുന്നത്. അത് നമ്മുടെ തലമുറകൾക്ക് നമ്മളത് നൽകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആദരണീയരായ ഉസ്താദുമാരൊക്കെ ഇവിടെയുണ്ട്. ഫാറൂഖ് നഈമിയുടെ ഗംഭീരമായ പ്രസംഗം വരാനുണ്ട്. എല്ലാമുണ്ട്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ മജ്ലിസ് ഒത്തുചേർന്നതും പിരിഞ്ഞു പോകുന്നതും ആദരണീയരായ ഉസ്താദുമാരുടെ ഹളറത്തിൽ നമ്മൾ വന്നതും എല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഉസ്താദുമാർക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. അവരുടെ തണലിൽ ജീവിക്കാനുള്ള ആ മനോഹരമായ കുളിർമ ആസ്വദിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ദീർഘകാലം നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.